രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന് വേണ്ടി പ്രചരണം നയിക്കാൻ ഡൽഹിയിലുണ്ട്. അമിത്ഷായുടെ മേൽനോട്ടത്തിലാണ് BJPയുടെ പ്രചരണ പരിപാടികൾ. അതോടൊപ്പം ആം ആദ്മി പാർട്ടി ആവട്ടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും പ്രയോഗിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഡൽഹിയിൽ പ്രയോഗിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കോൺഗ്രസിനും തിരിച്ചു വരാൻ ഡൽഹിയിലെ പ്രകടനം അനിവാര്യമാണ്. BJP ആകട്ടെ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും തലസ്ഥാനത്തും അധികാരത്തിൽ എത്താനുള്ള വഴികളാണ് നോക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയ ന്യായ് യാത്ര ഡൽഹിയിലെ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് വിളിച്ചു പറയുന്ന ഒന്നായിരുന്നു. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് കഴിഞ്ഞ 10 വർഷത്തെ കാലയളവ് പരിശോധിച്ചു നോക്കിയാൽ ഇതുപോലൊരു മുന്നേറ്റം ഡൽഹിയിൽ കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സംഘടനാ സംവിധാനം ശരിക്കും ചലിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയെ. ബൂത്ത് തലത്തിൽ ഇത്തവണ കോൺഗ്രസിന്റെ പ്രചരണം ശക്തമാക്കിയിട്ടുമുണ്ട്. എത്രയോ വർഷങ്ങളായി അനങ്ങാതിരുന്ന ബൂത്തുകളാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സജീവമാക്കാൻ കോൺഗ്രസിന് സാധിച്ചത്. 2013 കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാവുന്നത്. അന്ന് കോൺഗ്രസ് പിന്തുണയോടുകൂടി മാത്രമേ കെജ്രിവാളിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചുള്ളൂ. എന്നാൽ 49 ദിവസം മാത്രമാണ് ആ സർക്കാരിന് ആയുസ്സുണ്ടായുള്ളൂ. പിന്നീട് രാഷ്ട്രപതി ഭരണമായിരുന്നു ഡൽഹിയിൽ നടന്നത്. അതിനുശേഷം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കുറ്റിച്ചൂലുമായി വന്ന് എല്ലാം തൂത്തുവാരുകയായിരുന്നു. എന്നാൽ ഇനി അത്തരത്തിൽ കുറ്റിച്ചൂലുമായി ഇറങ്ങിയാൽ കാര്യമില്ല എന്നുള്ള തരത്തിലേക്ക് ഡൽഹിയിലെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അത്രയധികം വികൃതമായിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ മുഖം. അഴിമതിയുടെ പേരിൽ അധികാരത്തിൽ വരികയും അഴിമതിയുടെ പേരിൽ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തിച്ചേർന്നത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഏറ്റവും ഒടുവിൽ വന്ന CAG റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതായത് വകുപ്പുകൾ മാറ്റി ഫണ്ടുകൾ ചെലവഴിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കെജ്രിവാളിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ ഇത്തവണ ഡൽഹിയിൽ അത്ര എളുപ്പത്തിൽ ജയിച്ച് കയറാമെന്നുള്ള മോഹം കെജ്രിവാളിനും ഉണ്ടാകാൻ ചാൻസ്. ഇപ്പോൾ പല മാധ്യമങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് പോയപ്പോൾ അവിടെയുള്ളവരിൽ പലരും പറയുന്നത് ഷീലാ ദീക്ഷിത്തിന്റെ കാലത്തെ പറ്റിയായിരുന്നു. അതായത് കോൺഗ്രസിന്റെ സർക്കാർ തിരിച്ചു വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുള്ളൂ എന്നുള്ള തരത്തിലേക്ക് ജനങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കെജ്രിവാളിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എത്തിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിൽ പോലും ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന തരത്തിലാണ്. മാത്രമല്ല BJPയുടെ B ടീം എന്ന രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ പലപ്പോഴും പ്രവർത്തിച്ചത് എന്നുള്ള കാര്യവും ജനങ്ങളുടെ സർവേയിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഗുജറാത്തിലും ഗോവയിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ കോൺഗ്രസിനെ തകർക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്തിയ കെജ്രിവാൾ അവിടെയൊക്കെ നൽകിയ സന്ദേശം BJPക്ക് ബദൽ ഞങ്ങളാണ് കോൺഗ്രസ് അല്ല എന്നുള്ളതാണ്. ആ പ്രചരണങ്ങളിൽ വോട്ടുകൾ വിഭജിച്ചപ്പോൾ അതിന്റെ നേട്ടം കിട്ടിയത് BJPക്കാണ്. അത് ഡൽഹിയിൽ ജനങ്ങൾ മനസ്സിലാക്കിയെന്നതാണ് മാധ്യമങ്ങളുടെ സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഡൽഹിയിൽ ജയിക്കാൻ ആവശ്യമായ മാന്ത്രിക സംഖ്യയായ 36ലേക്ക് കോൺഗ്രസ് എത്തിയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ജനങ്ങൾ ആം ആദ്മിയെ തള്ളിയാൽ അവിടെ കോൺഗ്രസ് ആയിരിക്കും രണ്ടാം ഓപ്ഷൻ എന്നതിലും തർക്കമില്ല.